പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യാൻ പാടില്ല എന്ന് വീട്ടിൽ മുതിർന്നവർ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ഇത് ശരിയാണോ? ഹായ്, ഐ എം ഡോക്ടർ വന്ദന. ഹെൽത്തി പ്രഗ്നൻസി ആണെങ്കിൽ ഡോക്ടറുടെ അഡ്വൈസ് അനുസരിച്ചിട്ട് സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാം എടുത്ത് ട്രാവൽ ചെയ്യാവുന്നതാണ്. പ്രഗ്നൻസിയുടെ സെക്കൻഡ് ട്രൈമസ്റ്റർ, അതായത് 4th to 7th മന്ത്, ആ ഒരു സമയമാണ് കുറച്ചും കൂടെ ട്രാവൽ ചെയ്യാനായിട്ട് സേഫ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമായിട്ട് പറയുന്നത്. കാരണം ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോസി, വോമിറ്റിംഗ് അതുപോലുള്ള ഡിസ്കംഫേർട്സ് ഒക്കെ കുറച്ച് കുറവായിരിക്കും. എനർജിയും കമ്പാരിറ്റീവ്ലി കുറച്ച് ബെറ്റർ ആയിരിക്കുന്ന സമയമായിരിക്കും. ഇനി നമ്മൾ ട്രാവൽ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ട്രാവൽസ് മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ്സ് മാക്സിമം യൂസ് ചെയ്യുക. സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യുമ്പോൾ തന്നെ ബെല്ലിയുടെ താഴെ ഭാഗത്തായിട്ട് വരാൻ പാകത്തിന് യൂസ് ചെയ്യുക. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാതെ ട്രാവലിൻ്റെ ഇടയ്ക്ക് കാല് സ്ട്രെച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ലൈറ്റ് ആയിട്ടുള്ള സ്നാക്സ് എന്തെങ്കിലും കയ്യിൽ കരുതുക. പിന്നെ എപ്പോഴും ട്രാവൽ ചെയ്യുന്ന സമയത്ത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്ലൈറ്റ് ട്രാവൽ ആണെന്നുണ്ടെങ്കിൽ ട്രാവലിന് മുന്നേ എയർലൈൻസിൻ്റെ റൂൾസ് ചെക്ക് ചെയ്യുക. ഇനി ബ്ലീഡിങ്, സിവിയർ അബ്ഡോമിനൽ പെയിൻ, പ്ലാസന്റ പ്രീവിയ, ഹൈ റിസ്ക് പ്രഗ്നൻസി അങ്ങനെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ മാക്സിമം ട്രാവൽ അവോയ്ഡ് ചെയ്യുക. സോ എപ്പോഴും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക.